ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. വിഷ്ണു പ്രസാദിലേക്ക് കൂടി. വിഷ്ണു, ഏതൊക്കെ നേതാക്കൾ ആ ദൃശ്യങ്ങളിൽ? തീർച്ചയായും യോഗം അവസാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ അടക്കം പുറത്തേക്ക് വരികയാണ്. കേൾക്കാം. തുടർന്നോളൂ. പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കൂ. യോഗം അവസാനിച്ചിരിക്കുന്നു. മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ നിന്ന് നേതാക്കൾ പുറത്തേക്ക് വരികയാണ്. ഒരു മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പോകുന്നു. അത് തന്നെയാണ് ഏറ്റവും പുതിയ വിവരം. മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ഒരു വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നു. അതിനായുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ് ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിക്ക് മുൻപിൽ. അതിനായി നേതാക്കൾ എത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ നേതാക്കൾ ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രിയെ ഇന്ന് നടന്ന ചർച്ചയിലൂടെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നേതാക്കൾ മാധ്യമങ്ങളെ കാണാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടുണ്ട് എന്ന സൂചനകൾ പ്രബലപ്പെടുന്നു. മാധ്യമങ്ങളെ ഇപ്പോൾ കാണും. ബാലു, അപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുവെങ്കിൽ പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടാകും അല്ലേ? രതീഷ, വളരെ സുപ്രധാനമായ കാര്യം, കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള കോൺഗ്രസിന്റെ തീരുമാനം ഏറെക്കുറെ ആയിട്ടുണ്ട്. ആ തീരുമാനം സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഉണ്ടാകുന്നതാണ്. വാർത്താ സമ്മേളനം മല്ലികാർജുന ഖാർഗെയുടെ വസതിയിൽ, അതായത് കർണാടകത്തിൽ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുത്തതിന് തൊട്ടു പിന്നാലെ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതിന് സമാനമായ രീതിയിൽ 10 രാജാജി റോഡിൽ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനത്തിനുള്ള ഒരു ഒരുക്കങ്ങൾ ഇപ്പോൾ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതിനുള്ള ഏറ്റവും വലിയ ഒരുക്കങ്ങൾ ഇപ്പോൾ രാജാജി മാർഗിലുള്ള ഈ ഖാർഗെയുടെ ഔദ്യോഗിക വസതിയിൽ ഇപ്പോൾ നടക്കും. അതായത് ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം കാത്തിരിക്കുകയാണ്. ആരാണ് കേരളത്തെ ഭരിക്കുക? കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചോ? ഹൈക്കമാൻഡിന്റെ തീരുമാനം ആർക്കൊപ്പമാണ്?